ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ. അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുടനീളം തരംഗമായ പാട്ട്. എന്ത് പറ്റിയടാ? സമൂഹ മാധ്യമങ്ങളിലും കവലകളിലും നിറഞ്ഞു കേട്ട പാട്ട്. എന്താണ് ഫലം വന്നതിന് പിന്നാലെ സൂപ്പർ ട്രെൻഡിംഗ് ആയ പാട്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പറഞ്ഞു വരുന്നത് പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനത്തെ കുറിച്ചാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഓ, എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. ആർക്കെങ്കിലും കാണുമെങ്കിൽ വാ, സൗജന്യ പ്രദർശനമാ. ചൂടാവരുത്. കൊച്ചങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. കേട്ടില്ലേ രോമ കൊത്തനേക്ക്? സാറിനെ പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ഒരു ഫീലിംഗും ഇല്ല. എന്തത്? ചക്കര കൊടുത്ത് കൈയിട്ടല്ലാക്കാത്തവരുണ്ടോ? അതില്ല, നക്കിയോ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. തെരഞ്ഞെടുപ്പ് കാലത്തെ പല ട്രെൻഡുകളും നമ്മൾ കാണാറുണ്ട്. എന്റെ ദൈവം, ഇതൊരു പുലിവാലായല്ലോ. ഇത് പക്ഷേ പ്രചാരണ കാലത്ത് ഹിറ്റായ ഒരു ഗാനമാണ്. പക്ഷെ അതിന്റെ ട്രെൻഡ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് തന്നെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് വരികയാണ്. ഇത് എന്ത് പിശാചികളാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. എന്നാണ് ആകെ വൈറലാണല്ലോ. സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇതേ കാണാറുള്ളത്. എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വർക്കുകളൊക്കെ വരുമ്പോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത് പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെ ഇതേപോലെ നമ്മുടെ അനീഫ മുടിക്കോട് പറയുന്ന സംഗീതം ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് നമുക്ക് വർക്ക് വന്നത്. ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു എല്ലാ സ്ഥലത്തും ആ പാട്ട് വൈറലായി. അതായി കാണും. ഇവൻ ആള് ജഗജാല കില്ലാടിയല്ലേ, അതുകൊണ്ടല്ലേ എല്ലാം ഞാൻ ഇവനെ തന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മളെ സുഹൃത്തുക്കളും എല്ലാവരും പല പാർട്ടിയിലും വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പാട്ട് കണ്ടു എല്ലാവരും ഉഷാറായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അധികം ദേഹം ഇളക്കണ്ട. ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. ഈ നേതാക്കളൊക്കെ പറയുന്നതേ ഈ അവർ പറയുന്നതിനേക്കാളൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം വളരെ വേഗത്തിൽ പാട്ടിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏറ്റു ശകലം ഓവറായി പോയോന്നൊരു സംശയം. കറക്റ്റായിരുന്നു. അതെ, ഒന്നും പേടിക്കണ്ട. ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനാ ഞാൻ. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ. മ്യൂസിക് എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ. അല്ല സാർ, ഏതാ എന്റെ രാഗം? കഴുതരാഗം. ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ഭാസ്കര ഒരു ചൈനയും